ദേ വള എടുത്തു കേട്ടോ. ഇവിടുന്ന് തന്നെ കൈക്ക് ഇടുന്നത് കൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ കാണിച്ചു തരികയാണ്. 2 പവനാണ് വരുന്നത്. ഇത് രണ്ടും എൻ്റെ വളയാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചത്. നമ്മളെ യൂട്യൂബ് മുതലാളി കനിഞ്ഞ ദിവസമാണ്. യൂട്യൂബ് മുതലാളി കനിയാന്ന് വെച്ചാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ചെട്ട് ഇതാ മേടിച്ച് ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അതെ, പുതിയൊരു സ്പെഷ്യൽ വീഡിയോൻ്റെ അകത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ യൂട്യൂബ് മുതലാളി കനിഞ്ഞ ദിവസമാണ്. യൂട്യൂബ് മുതലാളി കനിയാന്ന് വെച്ചാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം മലബാർ ഗോൾഡിൽ ബ്രൈഡൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ്, എന്തെങ്കിലും കളക്ഷൻ, സ്പെഷ്യൽ കളക്ഷൻ എങ്ങാനുണ്ടോ, ഉണ്ടെങ്കിൽ അതൊന്ന് മേടിക്കാം എന്നുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയാൽ അറിയാം എന്താണ് അവിടുത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇങ്ങനെ എന്തിനെങ്കിലും ചിലവാക്കുക എന്നല്ലാതെ വേറെ ഞാൻ ചിലവാക്കാൻ നിൽക്കാറില്ല. നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം പരദൂഷണം പറഞ്ഞിട്ട് കിട്ടുന്ന പൈസയാണ്. അതുകൊണ്ടാണ് കോസ്റ്റ്യൂം. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഞാൻ ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. എന്നോട് ഇന്നാൾ കമ്മൽ മേടിക്കാൻ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബ്രൈഡൽ ഫെസ്റ്റ് ഉണ്ട്, ഒന്ന് വന്ന് നോക്കേണ്ടി, പുതിയ പുതിയ കളക്ഷൻസൊക്കെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പം ജസ്റ്റ് ഒന്ന് പോയി നോക്കിയേക്കാം എന്ന് കരുതി പോകുന്നതാണ്. പിന്നെ മിനിയാന്ന് എൻ്റെ കൂടെ വന്ന കമ്പനിക്കാരൻ്റെ ചാർജർ എൻ്റെ കയ്യിലായി പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കോഴിക്കോട് കൊടുക്കണം. അതുകൊണ്ട് ഉള്ളിയേരിക്കൂടി പോകണോ കൊയിലാണ്ടിക്കൂടി പോകണോ, അല്ല കൊയിലാണ്ടിക്കൂടി പോകണോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട്. ഏത് ബസ്സാണോ ആദ്യം വരുന്നത് ആ ബസ് കയറിയിട്ട് എങ്ങോട്ടാണോ ആദ്യം കിട്ടുന്നത് അങ്ങോട്ട് കയറാമെന്നിട്ട് വിചാരിച്ചു. എങ്ങനെയുണ്ട്, എപ്പിടി ഇരിക്കണ്ണ ചീന്. അപ്പം അങ്ങനെയാണ്. ഏതായാലും ബ്രൈഡൽ ഫെസ്റ്റിന് പോവാണ്. നോക്കട്ടെ എന്താവും എന്നുള്ള കളക്ഷനൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിലേതെങ്കിലും ഇഷ്ടപ്പെടുക വെച്ചാൽ ഞാൻ മേടിക്കും, ഇല്ല വെച്ചാൽ മേടിക്കത്തില്ല. ഓക്കെ, ബസ് എത്താറായി. ഞാൻ മെല്ലെ വെക്കട്ടെ. ഇന്ന് രാവിലെ ആയതുകൊണ്ട് വെയിൽ കുറവാണ്. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകണ്ട, നരകത്തിൽ തന്നെ പോവാം. ഓക്കെ, ബൈ. ബസ് കിട്ടിയിട്ട് മലബാറിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം കേട്ടോ. എങ്ങനെ, എന്ത്, ഏത്, എപ്പോൾ, ആര്, അങ്ങനെ 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 കുറേ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളുമായിട്ട് മലബാറിന് കാണാം കേട്ടോ. ടാറ്റാ. അങ്ങനെ കോഴിക്കോടെത്തി മലബാർ ഗോൾഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുവിധ ആൾക്കാരൊക്കെ എന്നെ അറിയും, ഞാൻ അവരറിയൂല എന്നേ ഉള്ളൂ.
ബ്രൈഡൽ അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ അവിടെ. വാ സൂപ്പറായിരിക്കുമല്ലോ. ഈ ബാങ്കിൾ നോക്കാൻ വേണ്ടിയിട്ട് അല്ല സ്റ്റോണൊക്കെ അല്ല നോർമൽ സ്റ്റോൺ. ബാംഗിൾസ് ആട്ടോ നോക്കുന്നത്. കൊള്ളാലോ മോഡല്, കൊള്ളാലോ. പൈസ ഉള്ളവർക്ക് എന്തുവാ. ഞാൻ ഈ 2 വളൻ്റെ നടുക്കിടാൻ വേണ്ടിയിട്ടൊരു വള നോക്കിയതാണ്. അപ്പോൾ അതേ ഇത് ഓക്കെ ആണ് എന്ന് ബിജിലി ചേച്ചി പറയുന്നുണ്ട് കേട്ടോ. നമ്മ ഫാൻസി പോലെ തോന്നുകയും ചെയ്യും. ഗോൾഡാണ് എന്നിട്ട് പറയുകയില്ല. 2 പവനാണുള്ളത്. പിന്നെ മേക്കിംഗ് ചാർജ് ഒക്കെ എങ്ങനെയാണ് ബിജിലി ചേച്ചി? സെയിം സൈസ് തന്നെ. ഈ ഒരു ഇതുള്ളത് കൊണ്ടാണ് അത് കുറച്ച് വലുതായിട്ട് തോന്നുന്നത്. അത് റെഡി ആയിരുന്നു. പക്ഷെ മാതൃഭൂമിയിലായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില വർധനയെ പറ്റി ഒരു ബൈറ്റ് എടുക്കാനാണ്. വേണോ? അതെന്റെ അടുത്ത് തന്നെ വേണോ? ബൈറ്റ് എടുക്കാനാ. എന്നെ അറിയോ? അതാ ഞാൻ ചോദിച്ചത്, എന്റെ അടുത്ത് തന്നെ വേണോന്ന് ചോദിച്ചത്. മനസ്സിലായില്ല. ഞാൻ ജസ്ന സലീം കൃഷ്ണ വരയ്ക്കുന്നത്. അതുകൊണ്ട് എന്റെ അടുത്ത് വേണ്ട, വേറെ അടുത്തെങ്കിലും വാർത്തകൾക്ക് വൈറലാവും. വന്നത് ഇത് ചെയ്യാതെ 12,700 ഗ്രാമിന് 1,160,000. 1,600,000 പവന് 10 പവൻ വിറ്റിട്ടായിട്ട് പോയാലോ? 1,600,000. ഗോൾഡിന്റെ വെയിറ്റ് വരുന്നത് 2 പവനും ഒരു 175 മില്ലി വരുന്നത്. ടോട്ടൽ എമൗണ്ട് വരുന്നത് 2,55,700. അതിലൊരു 652 മില്ലി എക്സ്ട്രാ വരുന്നത്. അതിനൊരു 2,000 രൂപ. മറ്റേതിന് എത്ര പൈസന്റെ സ്റ്റോണാണ് വരുന്നത്? 1,015. അപ്പൊ ഇതല്ലേ കുറവ്? ഇതന്നെ ആക്കല്ലേ കുറച്ചുകൂടി ഡെയിലി ഇടുവോ? ആ ഡെയിലി ഇടും. എന്നോട് ഇത് ഡെയിലി ഇടരുത് എന്ന് പറഞ്ഞ സാധന 5 കൊല്ലം അതിന്റെ കൈമൊക്കെ ഡെയിലി ഞാൻ ഇടലില്ല. ദേ വള എടുത്തു കേട്ടോ. ഇവിടുന്ന് തന്നെ കൈക്ക് ഇടുന്നത് കൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ കാണിച്ചു തരികയാണ്. 2 പവനാണ് വരുന്നത്. ഇത് രണ്ടും എൻ്റെ വളയാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് ഇവിടുന്ന് ഇവരിട്ട് തരും, ഞാൻ ഇട്ടിട്ട് പോവും. ഒരു എന്തെങ്കിലും കവറെങ്ങാനും എടുത്തിട്ട് നമുക്കിടാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ചെറിയൊരു സാധനം കൂടി, ഒരു സെക്കൻഡ് സ്റ്റഡ് കൂടി ഒന്ന് നോക്കിക്കണ്ടേ. അടിപൊളി ഒരു കമ്മൽ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഗോപാലൻ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എടാ സിസ്റ്റത്തിലുണ്ടാവൂടാ, ഞാൻ ചെയ്യുന്നതല്ലേ. നല്ല ഭംഗിയില്ലേ? എൻ്റെ കമ്മലാണെങ്കിൽ വീണുപോയി കളിക്കുന്നുണ്ട്. ചെറിയൊരു കമ്മലും എടുത്തു. എനിക്കൊരു കാത് കുത്തണമെന്നുണ്ട്, കാതിൻ്റെ ഉള്ളിലായിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടത് കമ്മലൂടി എടുത്തു. ഈ വള ഇവരിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ സ്ലീപ്പ് ഔട്ടാനും. അപ്പോൾ വള ഇട്ട്
ഇതാക്കാന്ന് കരുതി അവരെ വിളിക്കുന്നുണ്ട്. ചെട്ട് ഇതാ മേടിച്ച്. അരുണങ്ങ കൈക്ക് വളർത്ത് തരികയാണ്. എല്ലാത്തിനും എന്താ പ്രശ്നം എന്നറിയോ? ഇതിപ്പോ വിജിലേറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഗൈസ് പുതിയ വളം മേടിച്ചത്. ഇതൊക്കെ എനിക്ക് വേദനിച്ചാലും ഓക്ക് കുഴപ്പമില്ല. ഏതാ മുതലെന്നറിയോ? അടിപൊളിയായി. സംഭവം സെറ്റായില്ലേ? സംഭവം സെറ്റായി. നല്ല രസമുണ്ട് അതിൻ്റെ കൂടെ. താങ്ക് യു. സെലക്ഷൻ ബിജിലി ചേച്ചിയാട്ടോ. പെയിന്റ് അതിൻ്റെ മുകളിലും. മറ്റേ ഇതിൻ്റെ ആ കുറച്ചു നേരം വെള്ളത്തിൽ പൊതിർത്തിയിട്ടാൽ അങ്ങ് പോവുകയും ചെയ്യും. സാധനം മേടിച്ചിറങ്ങിട്ടോ. ഇനി അത് അവിടെ കിടക്കട്ടെ, ചാവുന്ന കാലത്ത് ഊരാ. ഇനി ഇവിടെ നിന്ന് നേരെ നടക്കാവ് പോയിട്ട് ഒരു കാത് കുത്തണം, അത്ര തന്നെ. Absolutely inadmissible. എന്റെ കക്ഷിയെ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതെ. Did you expect this? Hey, like you said, it's just a beginning. കുറച്ച് തീർന്നു കഴിഞ്ഞ് ഒത്തിരി റിസ്ക് എലമെന്റ്സ് ഉണ്ട്. നായകന് നല്ല ഭാഗ്യവും വേണം. നായകന് ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടായി എന്നുള്ളതിന്. അങ്ങനെ ദേ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. മലബാറിലൊക്കെ പോയി കാതൊക്കെ കുത്തി ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി. ഇത് ഉണങ്ങിയതിന് ശേഷം വേണം ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കൂടിയും കുത്താൻ വേണ്ടിയിട്ട്. അത് എൻ്റെ വലിയൊരാഗ്രഹമാണ്. അപ്പോൾ കാത് കുത്തിയത് എങ്ങനെയുണ്ട്? പിന്നെ അതെ വള ഇതാണ് മേടിച്ചത്. കമ്മൽ മേടിച്ചത് ഇതാണ്, ഈ ഒരു കമ്മൽ. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടോയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. ബസ്സിന് പോയി വരുമ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായി പോകുന്നുണ്ട്. അപ്പോൾ നല്ല വേദന ഉണ്ട് കേട്ടോ 2 കാതിനും. അപ്പോൾ ഈ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. യൂട്യൂബ് മുതലാളി കനിഞ്ഞതുകൊണ്ട് ദേ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ലൈക്കും ഷെയറും ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലൈക്കും ഷെയറും ആൻഡ് പരദൂഷണവും ഇടുക. പരദൂഷണം എന്ന് വെച്ചാൽ കമൻ്റ് ഇടുക കേട്ടോ.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ അതിൽ രേഖപ്പെടുത്തുക. പൊങ്ങച്ചക്കാരി എന്നുള്ള കമൻറ്റുകൾ മാത്രം ഇവിടെ നിരോധിച്ചുകൊണ്ട് ബൈ വീണ്ടും ബൈ പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ജസ്ന സലീം.